ജോലിയുടെ ഭാഗമായിട്ട് കോഴിക്കോടുള്ളത് കൊണ്ട് ഇപ്പോൾ കൂടുതലും കോഴിക്കോട്, വയനാട്, കണ്ണൂർ ആ ഒരു നോർത്ത് ഏരിയ ആണ് കൂടുതലും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ണൂരിലെ ബെസ്റ്റ് ട്രെക്കിംഗ് അന്വേഷിച്ച് പോയപ്പോഴാണ് പൈതൽ മലേനെ പറ്റി അറിയുന്നത്. പൈതൽ മല ഒരു അടിപൊളി ഒരു മൺസൂൺ സ്പോട്ട് കൂടെയാണ്. പക്ഷെ ഞാൻ മഴ തുടങ്ങുന്നതിന് മുമ്പ് മെയിലാണ് പൈതൽ മല പോയിരുന്നത്. അപ്പോൾ അന്നാണ് ഈ പൈതൽ മലയുടെ ബാക്ക് സൈഡിലായിട്ട് തന്നെ മഞ്ഞപ്പുല്ല് എന്ന് പറയുന്ന മനോഹരമായിട്ടൊരു ട്രെക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. 5 കിലോമീറ്റർ മാത്രം ടോട്ടൽ ദൂരമുള്ള ഒരു ചെറിയ ട്രെക്കിംഗ് ആണ് പൈതൽ മല. അപ്പോൾ പൈതൽ മല പോലെ തന്നെ ഒരു ചെറിയ ഹൈക്കിംഗ് ആയിരിക്കും ഇതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും നമ്മളെ എന്താ പറയുക, ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം അത്രയേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാസ് ലാൻഡ്സും ഫോറസ്റ്റും ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളുടെയൊക്കെ ഉറവുകളും അങ്ങനെ കുറേയധികം കാഴ്ചകൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാഴ്ചകൾ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ആ ഒരു ട്രെക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. കോഴിക്കോട് നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം വെളുപ്പിനെ 3 മണിയായിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ ഭാഗത്തോട്ടുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമുക്ക് കാപ്പിമലയാണ് എത്തേണ്ടത്. നമുക്ക് പൈതൽമല പോകാൻ കുടിയാൻമല, പൊട്ടംപ്ലാവ് കൂടിയാണ് പോകേണ്ടത്. പക്ഷേ നമുക്ക് മഞ്ഞപ്പുല്ല് ട്രെക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തളിപ്പറമ്പെന്ന് ആലക്കോട് വഴി കാപ്പിമല എന്ന സ്ഥലത്താണ് എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരൊന്നെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ് കയറി കണ്ണൂർ എത്തിയാൽ മതിയാവും. അവിടുന്ന് പിന്നെ നമുക്ക് ചെറിയ ബസ്സൊക്കെ കണക്ട് ചെയ്ത് ഇവിടെ 2 സ്ഥലത്തും എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ണൂർ വെളുപ്പിനെ ഒരു 5 മണി 5:30 റേഞ്ചിലെങ്കിലും എത്തുന്ന രീതിക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതുപോലെ ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും ഏകദേശം ഒരു 4:30 അല്ലെങ്കിൽ 4 മണി റേഞ്ചിലൊക്കെ എത്തുന്നത് ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ 5:30 റേഞ്ചിലെങ്കിലും എത്തത്തുള്ളൂ. നല്ല ഡിലേ ഉണ്ട്. കാപ്പിമലയ്ക്ക് ഡയറക്റ്റ് ബസ് കണ്ണൂരിൽ നിന്ന് കുറവാണ്. അതുകൊണ്ട് ആദ്യം കിട്ടുന്ന തളിപ്പറമ്പ് ബസ് കയറുക. അതുപോലെ തളിപ്പറമ്പ് എത്തിയ ഉടനെ ആലക്കോട് പോവുക. ആലക്കോട് നിന്ന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാവുന്നതാണ്. ആലക്കോട് നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിങ്ങിൽ കാപ്പിമലയ്ക്ക് ബസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വയനാട്ടിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വണ്ടിക്ക് നേരത്തെ എത്തിയിരുന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആലക്കോട് നിന്ന് വണ്ടിക്കാണ് അവരുടെ കൂടെ പോയത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആലക്കോട് നിന്ന് കാപ്പിമലയ്ക്ക് ബസ് കിട്ടും. അതുപോലെ കാപ്പിമല എത്തിയതിന് ശേഷം 3 കിലോമീറ്ററോളം നടന്നു വേണം നിങ്ങൾക്ക് ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ബേസ് പോയിന്റിലെത്താൻ. അതല്ലെങ്കിൽ കാപ്പിമലയിൽ നിന്ന് ഓട്ടോയൊക്കെ പിടിച്ച് വേണം വരാൻ. ഓട്ടോയും ജീപ്പും അവൈലബിൾ ആണ്. കണ്ണൂർ നീ പറഞ്ഞ കാപ്പിമല വരെ ഒരു 50 കിലോമീറ്റർ എങ്കിലും കാണും. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ബസ്സിനൊക്കെ വരുവാണെങ്കിൽ ടൈം എടുക്കും. അതുപോലെ തന്നെ കാപ്പിമലയിൽ നിന്ന് ഈ ഒരു ബേസ് പോയിന്റ് വരെയുള്ള യാത്ര എന്ന് പറയുന്നത് നല്ല കയറ്റമാണ്. വളരെയധികം ഗ്രേഡ് കൂടിയ കയറ്റമാണ്. അപ്പോൾ നമ്മൾ നടന്നൊക്കെ പോകാമെന്ന് വെച്ചാലും പെട്ടെന്ന് മടുക്കും. അതുകൊണ്ട് സ്ഥിരം അത്രയും നടക്കുന്നവരോ ട്രെക്ക് ചെയ്യുന്നവരോ മാത്രം അതിൽ നിൽക്കുക. അല്ലാത്തവർ ഓട്ടോയോ ജീപ്പോ എടുത്ത് മുകളിലോട്ട് എത്തുക. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 70 രൂപയാണ് ഒരാൾക്ക് പാസ് വരുന്നത്. നിങ്ങൾ വണ്ടിക്കാണ് വരുന്നതെങ്കിൽ പാർക്കിംഗ് ഫീയും അതുപോലെ തന്നെ ക്യാമറ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീയും എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ മിനിമം നമ്പേഴ്സ് ഒന്നും ഇല്ല. ഇവിടെ അങ്ങനെ ഒരു ഗൈഡ് ട്രെക്ക് എന്ന് പറയുമെങ്കിൽ പോലും ഗൈഡ് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ വരുന്നില്ല. ചില പോയിന്റുകളിലായിട്ട് ഗൈഡുകൾ ഉണ്ടാവും. അവർ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരുകയും ചെയ്യും. അതുപോലെ മാക്സിമം രാവിലെ തന്നെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. 9 മണി തൊട്ട് ഇവിടെ ട്രെക്കിംഗ് ഓപ്പൺ ആവും. അതുപോലെ 3:30 ആകുമ്പം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് തിരിച്ച് താഴോട്ട് ഇറക്കുകയും ചെയ്യും. ഇവിടെ മിന്നലൊക്കെ എപ്പോഴും അടിക്കുന്ന സ്ഥലമാണ് മഴക്കാലത്ത്. അതുകൊണ്ട് മാക്സിമം രാവിലെ ഈ 9 മണിക്ക് തന്നെ ഒന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടുന്ന് പൈതൽമല വ്യൂ പോയിന്റ് വരെ 2.5 കിലോമീറ്ററാണുള്ളത്. അതായത് ഈ ഫോറസ്റ്റിൽ കൂടെ നടന്ന ഒരു ഓപ്പൺ ഏരിയ എത്തുന്നത്, അതാണ് പൈതൽമല വ്യൂ പോയിന്റ്. അവിടെ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ പൈതൽമല ആ ടോപ്പ് വാച്ച് ടവറൊക്കെ വരുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് പിന്നീട് നമുക്കൊരു 2.5 കിലോമീറ്റർ കൂടെ ഗ്രാസ് ലാൻഡ്സിൽ കൂടെ നടന്ന് ഇവിടുത്തെ ഒരു വാട്ടർഫോൾസിൻ്റെ ഉറവയും കാര്യങ്ങളും അതിൻ്റെ ഒരു ഒറിജിനൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ ഗ്രാസ് ലാൻഡ്സിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം വൺ സൈഡ് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ വരും. അതായത് ഈ പൈതൽമല വ്യൂ പോയിന്റ് വരെ 2.5, ബാക്കി ഒരു 2.5. അപ്പം ടോട്ടൽ നമുക്ക് 10 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. പൈതൽമല പോലെ ഒരു ഈസി ഹൈക്കിംഗ് ആയിരിക്കത്തില്ല. ഒരു 1/2 കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു മലയുടെ ആ ഒരു ഫുള്ളായിട്ടുള്ളൊരു പിക്ചർ കിട്ടും. അവിടുന്ന് പിന്നെ നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തുകൂടെ കയറിയാണ് ആ ടോപ്പിലെത്തുന്നത്.
അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ 2 കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ അകത്തോടെയാണ് പോകുന്നത്. ഞങ്ങൾ പോയ ദിവസം മഴ കുറവായിരുന്നു. തിരിച്ചിറങ്ങുന്ന സമയത്ത് നല്ല മഴയും കോടയൊക്കെ ഉണ്ടായി. ഇത് മഴക്കാലം ജസ്റ്റ് തുടങ്ങിയ സമയത്തുള്ള ഒരു വീഡിയോ ആണ്. ഇത് റീസെൻ്റ്ലി എടുത്തതല്ല. നിലവിൽ ഈ ഒരു ട്രക്ക് ക്ലോസ്ഡ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മിന്നലേറ്റ് കുറച്ച് പേർക്ക് അപകടം ഉണ്ടായതുകൊണ്ട് പൈതൽ മലയും അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞപ്പുലി ട്രക്കും ക്ലോസ്ഡ് ആയിരുന്നു. ഇത് ഓപ്പൺ ആയോ ഇല്ല എന്നുള്ള അപ്ഡേറ്റ്സ് ഇവരുടെ ഫോറസ്റ്റിൻ്റെ സൈറ്റിൽ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ട്രക്കിംഗ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ പോകാവുള്ളൂ. ഒരു കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ നമുക്ക് മുകളിലോട്ട് ചെറിയ സ്റ്റെപ്സുകൾ കാണാൻ സാധിക്കും. ആ ഒരു സ്റ്റെപ്പൊക്കെ കയറി വീണ്ടും ഒരു കിലോമീറ്ററൊക്കെ കൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂ പോയിൻ്റ് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത് ജൂൺ 20-ാം തീയതി ആയിരുന്നു. അപ്പം അന്ന് മഴ രാവിലെ നല്ല കുറവായിരുന്നു, പക്ഷേ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നേരത്ത് നല്ല കോടയൊക്കെ ഉണ്ടായി. ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ കയറി പോകുന്ന ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് സൈഡിലായിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗട്ട്സിലെ ഒരുപാട് പീക്കുകൾ വിസിബിളാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കർണാടകയാണ് വരുന്നത്. ഓൾസോ ഇവിടുന്ന് കണ്ണൂരിലെ തന്നെ മറ്റ് ഭാഗങ്ങൾ ഇവിടുന്ന് കാണാൻ സാധിക്കും. നമ്മൾ വ്യൂ പോയിന്റിൽ എത്തുമ്പം അവിടുത്തെ ഓഫീസർ ഉണ്ടാവും ഫോറസ്റ്റിൻ്റെ. അപ്പോൾ അവർ നമ്മുടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എന്തേലും കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യും. നമ്മൾ താഴെ പാസ് എടുക്കുന്ന സമയത്ത് അതൊക്കെ കറക്റ്റായിട്ട് അവർ നോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. അപ്പം അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് ചെയ്യുക. അങ്ങനെ നമ്മൾ പൈതൽമല വ്യൂ പോയിന്റ് എത്തി. ആ പൈതൽമലയുടെ ഡിസ്റ്റന്റ് വ്യൂ നമുക്കൊന്ന് കാണാം. ഈ ഒരു വ്യൂ പോയിന്റ് അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം മുകളിലോട്ട് കയറി ചെല്ലുമ്പം അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ഒരു 360 വ്യൂ കിട്ടും. അപ്പോൾ നമുക്ക് മുകളിലോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റിന് ശേഷം നമുക്ക് ആ ഗ്രാസ് ലാൻഡ് കൂടെ വീണ്ടും ഒരു 2-2.5 കിലോമീറ്റർ കൂടെ പോയിട്ട് വരാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നടക്കാൻ ഇൻഡോർസ് ഉണ്ടെങ്കിൽ അത് പോയി വരാം, അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് മടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാസ് ലാൻഡ്സിൻ്റെ അങ്ങോട്ട് നമുക്ക് 2-3 വഴികളുണ്ട്. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴികളൊന്ന് നോട്ട് ചെയ്യുക, ഒറ്റയ്ക്കൊന്നും പോകാതിരിക്കുക. കാരണം ചിലപ്പോൾ അത് കൺഫ്യൂസിങ് ആവും. അതുപോലെ തന്നെ ഈ പുല്ലുകളൊക്കെ കാണാൻ ഇങ്ങനെ ഭംഗിയാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ വിഷപ്പാമ്പുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ട്രെയിലിൽ നിന്ന് മാറി ഒത്തിരി പോവാതെ ഇരിക്കുക. ഈ ഒരു ഗ്രാസ് ലാൻഡ്സ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞെന്ന് ഞാൻ വീഡിയോയുടെ തുടക്കം പറയുന്നത്. കാരണം അത്രയേറെ ഭംഗിയാണ്. അത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. നമ്മളിപ്പം ദൂരം കുറവാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കയറി എത്തുമ്പോൾ കിട്ടുന്ന ഒരു റിവാർഡ് ഭയങ്കരമാണ്. നമുക്ക് പൈതൽ മലയിൽ എനിക്ക് മിസ്സായത് അതാന്ന് തോന്നുന്നു. പൈതൽ മലയിൽ കാഴ്ചകളെക്കാളും കൂടുതൽ അവിടുത്തെ ക്ലൈമറ്റാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല കോടയും മഴയൊക്കെ ആയിട്ട് പൈതൽ മലയിൽ നട്ടുച്ചയ്ക്ക് 1 മണിക്ക് പോയാൽ പോലും ചില സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരിക്കും മഴക്കാലത്ത്. ഇവിടെയും ആ ഒരു ക്ലൈമറ്റ് ഉണ്ട്, പക്ഷേ ഇവിടെ വ്യൂ കുറച്ചുകൂടെ അടിപൊളിയാണെന്നുള്ളതാണ് പൈതൽ മലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഗ്രാസ് ലാൻഡ്സിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. ഞങ്ങൾ മഴ ജസ്റ്റ് ഒന്ന് തുടങ്ങിയ സമയത്താണ് ഇവിടെ എത്തിയത്. പക്ഷെ പ്രോപ്പർ ഒരു മഴയൊക്കെ കഴിയുമ്പം ഇവിടെയൊക്കെ ഭയങ്കര അധികം ആക്റ്റീവ് ആവും.
അപ്പോൾ ആ ഒരു ഉറവയുടെ അവിടെ പോയിട്ട് നമ്മൾ പൈതൽമല വ്യൂ പോയിന്റിലോട്ട് 3:30 എത്തിച്ചേരണമെന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. അവിടെ തിരിച്ചെത്തിയപ്പോൾ അപ്പുറത്ത് പൈതൽമലയിൽ നിന്ന് ട്രസ് പാസ് ചെയ്ത് കുറേ പേര് ആ മലയിലോട്ടൊക്കെ പോകുന്നതൊക്കെ സൂം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു. അത് ശരിക്കും ആനയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ ഒരു ഏരിയ റെസ്ട്രിക്റ്റ് ചെയ്തേക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു വഴി തന്നെ കയറി പൈതൽമലയുടെ ടോപ്പിലും എത്താൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഞങ്ങൾ പതുക്കെയാണ് കയറിയതും ഇറങ്ങിയതും എല്ലാം തന്നെ. അപ്പോൾ തിരിച്ചൊരു 4:30-5 മണി റേഞ്ച് ആയപ്പോൾ ഞങ്ങൾ താഴെ എത്തിയിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കോടയൊക്കെ ഇറങ്ങി ഭയങ്കര ബ്യൂട്ടിഫുള്ളായി. ഞങ്ങൾ മുകളിലുണ്ടായിരുന്നപ്പോൾ ഈ ക്ലൈമറ്റ് ആണെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ആ ലോങ് ഡിസ്റ്റൻസ് വ്യൂ ഒക്കെ നഷ്ടപ്പെട്ടേനെ. പക്ഷെ എന്നാലും ആ ഒരു കോടയൊക്കെ കണ്ടപ്പം ചെറിയൊരു മഴ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ അതിനെ പ്രതീക്ഷിച്ചു പോയി. ഇറങ്ങിയപ്പോൾ ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ കാപ്പിമല വെള്ളച്ചാട്ടവും കൂടെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പം അടുത്ത ദിവസം എനിക്ക് മൂന്നാർ സൈഡ് മതികെട്ടാൻ ഷോയിൽ ട്രെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് കണ്ണൂരിൽ നിന്ന് നേരെ മൂന്നാർ പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നമ്മൾ പൈതൽമലയെ പറ്റി കുറേയധികം സംസാരിച്ചിരുന്നു. അപ്പോൾ പൈതൽമലയുടെ ഒരു വീഡിയോ കൂടെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അങ്ങോട്ടും കൂടെ പോകാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ആ ഒരു വീഡിയോയും കൂടെ ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മൾ കാപ്പിമല വെള്ളച്ചാട്ടത്തിലെത്തി. ഒരാൾക്ക് എൻട്രി ഫീ 30 രൂപയാണ്. ഇവിടെ മഴ ജസ്റ്റ് സ്റ്റാർട്ട് ആയതുള്ളെങ്കിലും ഇപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വെള്ളച്ചാട്ടമാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ട്രക്കിംഗ് വരുവാണെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടം കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. മഴക്കാലമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പറ്റാവുന്ന അത്രയും ആ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക. അതിനോടൊപ്പം നമ്മൾ കൂടുതൽ സേഫായിട്ട് യാത്ര ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സേഫ്റ്റിക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.